സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട സെലക്ട് ചെയ്ത കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം VFA പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, VBG റാംജി പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? തൊഴിൽ ദിനങ്ങളുടെ എണ്ണം 125 ആണ്. 125 തൊഴിൽ ദിനങ്ങളാണ്. VBG റാംജി പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങളുടെ എണ്ണം എത്രയാണ്? 125. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ പദ്ധതിയുടെ കേരളത്തിലെ ദിവസക്കൂലി എത്രയാണ്? VBG റാംജി പദ്ധതിയുടെ കേരളത്തിലെ ദിവസക്കൂലി എത്രയാണ്? 401 രൂപയാണ്. 401 രൂപ. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാറിൽ ഇടം പിടിച്ചതും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവുമായ ബീഹാറിലെ തടാകം ഏതാണ്? ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാറിൽ ഇടം പിടിച്ചതും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവുമായ ബീഹാറിലെ തടാകം ഏത്? ഗോഗാബീൽ തടാകമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗോഗാബീൽ തടാകം. ഗോഗാബീൽ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാറിൽ ഇടം പിടിച്ചതും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവുമായ ബീഹാറിലെ തടാകം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോഗാബീൽ തടാകമാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ ആഗോള പട്ടിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? റാംസാർ പട്ടിക എന്നാണ്. റാംസാർ പട്ടിക. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡൽ ഏതാണ്? ശബ്ദത്തിലൂടെ സംവദിക്കുവാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡൽ ഏതാണ്? ലൂണ AI ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലൂണ A. പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. ലോകത്തിലെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലായ ലൂണ AI വികസിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാലോ? ലൂണ AI വികസിപ്പിച്ചത് സ്പർശ് അഗർവാൾ ആണ് ലൂണ AI വികസിപ്പിച്ചത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലായ ലൂണ AI വികസിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? സ്പർശ് അഗർവാൾ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവലായ യാനം നടന്നത് എവിടെ? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാവൽ ലിറ്റററി ഫെസ്റ്റിവൽ യാനം നടന്നത് എവിടെ? വർക്കലയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വർക്കല. സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? സംസ്ഥാന വയോജന കമ്മീഷനിലെ ചെയർമാൻ്റെയും അതുപോലെ അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 3 വർഷം. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന സർക്കാർ പുതുതായിട്ട് രൂപവത്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കെ സോമപ്രസാദ്. യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ആയിട്ട് നിയമിതനായത് ആര്? ഖാലിദ് എൽ എനാനിയാണ്. ഖാലിദ് എൽ എനാനി യുനെസ്കോയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് ഖാലിദ് എൽ എനാനി.
കേരള സർക്കാർ ജീവനക്കാർക്കായിട്ട് രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? കേരള സർക്കാർ ജീവനക്കാർക്കായിട്ട് രൂപവൽക്കരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആര്? ഡോക്ടർ വി പി ജോയ്. ഓപ്ഷൻ ബി ഡോക്ടർ വി പി ജോയ്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ഡോക്ടർ വി പി ജോയ്. തൊഴിൽ പരിശീലനത്തിലോ മത്സര പരീക്ഷാ പരിശീലനത്തിലോ ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? തൊഴിൽ പരിശീലനങ്ങൾ അതുപോലെ മത്സര പരീക്ഷാ പരിശീലനങ്ങൾക്കും ഏർപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കണക്ട് ടു വർക്ക്. പദ്ധതിയുടെ പേരെന്താണ്? കണക്ട് ടു വർക്ക്. ഉൾക്കഥ എന്ന കൃതിക്ക് 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നതാണ് ചോദ്യം. ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്? ഉൾക്കഥ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം ലഭിച്ചത് ആർക്ക്? EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? EP രാജഗോപാലൻ. കൃതി ഏതാണ്? ഉൾക്കഥ. അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ് സംഘടിപ്പിച്ച സ്ക്രീനിങ്ങിൽ പ്രദർശിപ്പിച്ച പ്രശസ്ത മലയാള ചിത്രം ഏതാണ്? അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ് സംഘടിപ്പിച്ച സ്ക്രീനിങ്ങിൽ പ്രദർശിപ്പിച്ച പ്രശസ്തമായ മലയാള ചിത്രം ബ്രഹ്മയുഗമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രഹ്മയുഗം. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതായത് പഞ്ചായത്ത് ഏതാണ്? കേരളത്തിൽ പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ പഞ്ചായത്ത് പെരുമാട്ടിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പെരുമാട്ടി. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലേണിംഗ് സ്കൂൾ നിലവിൽ വന്ന ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലേണിംഗ് സ്കൂൾ നിലവിൽ വന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. തിരുവനന്തപുരം. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ച് നൽകിയ ജില്ല ഏത്? ഏത് പദ്ധതിയിലൂടെയാണ്? ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾ നിർമ്മിച്ചു നൽകിയത് ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. മലപ്പുറം ജില്ല. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ CPR പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ്? സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ CPR പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏത്? ഹൃദയപൂർവം. ക്യാമ്പയിന്റെ പേരെന്താണ്? ഹൃദയപൂർവം. CPR പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിനാണ് ഹൃദയപൂർവം. 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാളി ചലച്ചിത്ര താരം ആരാണ്? 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത മലയാളി ചലച്ചിത്ര താരം മമ്മൂട്ടിയാണ്. ഓപ്ഷൻ ബി മമ്മൂട്ടി. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? വേദിയായത് തൃശ്ശൂർ ജില്ലയാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കിരീടം ചൂടിയ ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക. ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കിരീടം ചൂടിയ ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക. തപോമയിയുടെ അച്ഛൻ എന്ന കൃതിക്ക് 2025 വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് നേടിയത് ആര്? 2025 വയലാർ രാമവർമ്മ സാഹിത്യ അവാർഡ് നേടിയത് E. സന്തോഷ് കുമാറാണ്. E. സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയിയുടെ അച്ഛൻ. അടുത്ത ചോദ്യം. കേരള എന്ന സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയുടെ 1ാം പട്ടികയിൽ കേരളം എന്ന് മാറ്റുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ബിൽ ഏതാണ്?
കേരള എന്ന പേര് കേരളം എന്ന് മാറ്റുന്നതിനായിട്ട് പാർലമെന്റ് പാസാക്കിയ ബിൽ ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ദി കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026 ആണ്. ദി കേരള ഓൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുവാനുള്ള ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 3 പ്രകാരമാണ് സംസ്ഥാനങ്ങളുടെ പേര് മാറ്റുന്നതിനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 3. 2026 റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ റെയിൽ കോറിഡോർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ റെയിൽ കോറിഡോർ ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ റെയിൽ കോറിഡോർ. എവിടെയാണ്? തമിഴ്നാട്. കേരളത്തിൽ പ്ലാസ്റ്റിക് മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട മാലിന്യമുക്ത നവകേരളം പ്രചാരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? കേരളത്തിലെ പ്ലാസ്റ്റിക് മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട മാലിന്യമുക്തം നവകേരളം പ്രചാരണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? MG ശ്രീകുമാർ ആണ്. MG ശ്രീകുമാർ. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യ കമ്മ്യൂണിറ്റി റേഡിയോ ഏതാണ്? ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ഏത്? കെയർ FM ആണ്. ഓപ്ഷൻ ബി കെയർ FM. ആർക്ക് വേണ്ടിയിട്ടാണ്? ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ ആണ് കെയർ FM. പ്രവാസികൾക്കായുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ആർക്ക് വേണ്ടിയിട്ട്? പ്രവാസികൾക്കായിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ഏത്? നോർക്ക കെയർ. പദ്ധതിയുടെ പേരെന്താണ്? നോർക്ക കെയർ. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രവാസികൾക്കായിട്ടുള്ള രാജ്യത്തെ ആദ്യത്തെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. BBG റാംജി പദ്ധതിയുടെ പ്രധാന സാമ്പത്തിക സഹായ അനുപാതം സാധാരണ സംസ്ഥാനങ്ങൾക്ക് എത്രയാണ്? സാമ്പത്തിക സഹായ അനുപാതം 60:40 ആണ്. സെൻട്രൽ 60, അതുപോലെ സ്റ്റേറ്റ് 40. 60:40. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും BBG റാംജി പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് അനുപാതം എത്രയാണ്? വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും BBG റാംജി പദ്ധതിയുടെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് അനുപാതം ഓപ്ഷൻ ഡി ആണ്. 90:10 ആണ്. 90 കേന്ദ്രം, അതുപോലെ 10 ആണ് സ്റ്റേറ്റ് വരുന്നത്. 90:10. കാർഷിക സീസണുകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി BBG റാംജി നിയമപ്രകാരം തൊഴിലുറപ്പ് ജോലികൾ നിർത്തിവെക്കാൻ അനുവദിച്ചിരിക്കുന്ന പരമാവധി കാലയളവ് എത്ര ദിവസമാണ്? കാർഷിക സീസണുകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് BBG റാംജി നിയമപ്രകാരം തൊഴിലുറപ്പ് ജോലികൾ നിർത്തിവെക്കാൻ അനുവദിച്ചിരിക്കുന്ന പരമാവധി കാലയളവ് എത്ര ദിവസമാണ്? 60 ദിവസമാണ്. 60 ദിവസം. തൊഴിലപേക്ഷ നൽകി എത്ര ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ വേതനത്തിന് അർഹതയുണ്ടാകും? 15 ദിവസത്തിനുള്ളിലാണ്. 15 ദിവസത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിന് അർഹത ഉണ്ടാക്കും. BBG റാംജി പദ്ധതി പ്രകാരം തൊഴിലാളികളുടെ വീട്ടുപടിക്കൽ നിന്നും എത്ര കിലോമീറ്ററിന് അപ്പുറം ജോലി നൽകിയാൽ അധിക യാത്രാ ഭത്ത നൽകേണ്ടി വരും? എത്ര കിലോമീറ്ററിന് അപ്പുറം? 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ജോലി നൽകിയാൽ അധിക യാത്രാ ഭത്ത നൽകേണ്ടി വരും. 5 കിലോമീറ്ററിന് അപ്പുറം.
നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏത്? നീതി ആയോഗ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഗ്രാമസഭകളിൽ ഏറ്റവും കൂടുതൽ വനിതാ പങ്കാളിത്തമുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ എ, കേരളം. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ്. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടനയാണ് എഡ്യൂക്കേറ്റ് ഗേൾസ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരം ആരാണ്? മോഹൻലാലാണ്. മോഹൻലാൽ ഏത് വർഷത്തെയാണ് ലഭിച്ചത്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത്. 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോ. വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ഷഹൽ ഹസൻ മുസ്ലിയാർക്കാണ്. ഷഹൽ ഹസൻ മുസ്ലിയാർക്കാണ് വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. കായിക രംഗത്തെ മികച്ച നേട്ടത്തിന് 2025 കേരള ശ്രീ പുരസ്കാരം നേടിയത് ആര്? കായിക രംഗം അഭിലാഷ് ടോമിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അഭിലാഷ് ടോമി. കായിക രംഗം കേരള ശ്രീ പുരസ്കാരം 2025 അഭിലാഷ് ടോമി. 2025 കേരള ശ്രീ പുരസ്കാരത്തിന് അർഹയായ വിവിധ മേഖലകളിൽ സംഭാവനകൾ പരിഗണിക്കപ്പെട്ട വ്യക്തി ആര്? ജിലു മോൾ മാരിയറ്റ് തോമസ് ആണ്. ജിലു മോൾ മാരിയറ്റ് തോമസ്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയാണ്. ഇന്ത്യ. ഓപ്ഷൻ ബി, ഇന്ത്യ. ഏത് ഇന്ത്യൻ ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ്പ് 1? ലീപ്പ് 1 ധ്രുവ സ്പേസിൻ്റെതാണ്. ധ്രുവ സ്പേസ്. ഏത് ബഹിരാകാശ സാങ്കേതിക സ്റ്റാർട്ടപ്പിന്റെ ആദ്യത്തെ വാണിജ്യ ഉപഗ്രഹ ദൗത്യമാണ് ലീപ്പ് 1? ധ്രുവ സ്പേസ്. പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്ന തീയതി? പുതിയ ആദായ നികുതി ബിൽ നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്ന തീയതി 2026 ഏപ്രിൽ 1 മുതലാണ്. 2026 ഏപ്രിൽ 1 മുതലാണ് പുതിയ ആദായ നികുതി ബില്ല് നിയമമായിട്ട് പ്രാബല്യത്തിൽ വന്നത്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം? കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിരുന്ന തലച്ചോർ തീനി എന്നറിയപ്പെടുന്ന അമീബയുടെ വകഭേദം ഏതാണ്? നെഗ്ലേറിയ ഫൗലേറി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. നെഗ്ലേറിയ ഫൗലേറി. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി? 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോയാണ്. ഗ്ലാസ്ഗോ. 2035 ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ബഹിരാകാശ നിലയത്തിന്റെ പേരെന്താണ്? ഇന്ത്യ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന സ്പേസ് സ്റ്റേഷൻ ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭ ഏതാണ്? ഡൽഹി നിയമസഭയാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭയാണ് ഡൽഹി നിയമസഭ. ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി? ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി ജി ഹരികൃഷ്ണനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജി ഹരികൃഷ്ണൻ. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം? സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ് KSFE ആണ്. KSFE ആണ് സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം.
ദേശീയ വിദ്യാഭ്യാസ നയം 2020 പകരമായി സ്വന്തമായ സമഗ്രമായ സംസ്ഥാന വിദ്യാഭ്യാസ നയം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. ഓപ്ഷൻ സി തമിഴ്നാട്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏത്? ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ദൈവദശകമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ദൈവദശകം. എത്ര ഭാഷകളിലേക്കാണ്? 104 ഭാഷകളിലേക്കാണ് മൊഴിമാറ്റം ചെയ്യപ്പെട്ടത്. അപ്പൊ ദൈവദശകം എന്ന കൃതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ഈ ഒരു 50 മാർക്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്